അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജിമ്മിൽ നിന്നൊക്കെ പോയി വന്ന ശേഷം ചായ എല്ലാം കുടിച്ചിട്ടാണ് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. ചായ എല്ലാം വെച്ചിട്ടാണ് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്നതും ഒരു ഹറി ബറി ആയിരുന്നു കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ വേഗം അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതിനോട്ടൊരു കുറുമി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ്, റിഹാൻക്ക് ഉള്ളി നമ്മുടെ എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കൂലേ, അങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കി. അയാൾക്ക് അതിൽ തന്നെ ഒരു എഗ്ഗും കൂടെ അങ്ങനെ ജസ്റ്റ് സ്ക്രാമ്പിൾ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. റിഹാൻക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് എഗ്ഗ് കൊണ്ടുപോകണം വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ്സ് പിക്കിളും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേഗം ലഞ്ചൊക്കെ ആക്കുകയാണ്. അവൻ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ പോയ ശേഷം അയൻകുട്ടി നേരത്തെ പോയിട്ടോ, ഫുട്ബോൾ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ രാവിലെ ബൂരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവനക്ക് അത് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ പോവുകയും ചെയ്തു. ലഞ്ച് ഇനി ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തു വിടും, റിഹാൻ്റെ കയ്യിൽ കൊടുത്തു വിടും. അവൻ ഇക്കാന്നല്ലേ വിളിക്കുക, ആ ഒരു ഇതിലാണ് കേട്ടോ ഇക്ക എന്ന് പറഞ്ഞ്. അവർ റിഹാൻ്റെ കയ്യിൽ കൊടുത്തു വിടും. ഉച്ചയാകുമ്പോൾ അവന് വന്നെടുത്തിട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇതാ വേഗം അവരുടെ ലഞ്ച് പാക്കിങ് കഴിഞ്ഞ് എല്ലാം ഒന്ന് കെട്ടി വെച്ച ശേഷം ഞാനിനി ഇനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മാവില്ല, ഒന്നുമില്ല. കുറച്ച് ദിവസമായി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി എന്നൊരു മോചനം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശയ്ക്ക് ഇഡലിക്കൊന്നും ഞാൻ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒരു ദിവസം നിൽക്കണം ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിച്ചപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത ശേഷം അവന് പോയി. ഇനി ജസ്റ്റ് ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും വാഷിംഗ് ഇടലും ഇങ്ങനെയൊക്കെ കഴിയണം. മഴ ചെറുതായിട്ടൊന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങനെ പെയ്തോ, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇവിടെ മഴ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അതേപോലെ തുണികളുണ്ട്, അതും ഒന്ന് വെക്കണം. അങ്ങനെ ചെറിയ ക്ലീനിങ്ങൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ പോയപ്പം അടുക്കളയിലും ധാരാളം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതുപോലെ ഇക്കാക്ക് ഞാൻ ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നോട് കട്ടൻ മതി പറഞ്ഞപ്പോൾ ഞാൻ കട്ടൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചോറ് ഇങ്ങനെ ഊറ്റിയത് ഞാൻ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉച്ചയ്ക്കാണല്ലോ ചോറ് വെക്കാറ്. അപ്പോൾ നല്ല ചൂടിലുണ്ടാവും. ഇങ്ങനെ രാവിലെ വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടാറും. പിന്നെ നമ്മൾ എക്സ്ട്രാ ചൂടാക്കാൻ നിൽക്കാറില്ല. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചോറ് ചൂടാക്കണം, അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ, ചോറ് പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ വേഗം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിലോട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നോടിയായിട്ട് ഫോണിൽ എന്തെങ്കിലും ഒന്ന് വയ്ക്കണമല്ലോ. അപ്പോൾ ഞാനിതാ ഓണാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും അതുപോലെ ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കണം. പച്ചമുളക് വേണം, ഇഞ്ചിയൊക്കെ വേണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് മല്ലിയില ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ട് കയ്യിൽ, വേണ്ടവർക്ക് കൂട്ടാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പോൾ എനിക്കൊരു പൂതി, അതായത് സാമ്പാർ കൂട്ടിയിട്ട് ഈ ഉപ്മാവൊന്ന് കഴിച്ച് നോക്കാമെന്നുള്ളത്. പണ്ട് വീട്ടിലൊക്കെ ആകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉപ്മാവ് ഉണ്ടാവും, സാമ്പാറും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഉപ്മാവും സാമ്പാറും കോമ്പിനേഷൻ അല്ലാത്ത സമയത്ത് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കോമ്പിനേഷനാണ് എന്നറിയാത്ത സമയത്ത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. അങ്ങനെ റവ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള ഉപ്മാവാണ് ഉണ്ടാവുക, ഭയങ്കര കട്ടിയല്ല. നമ്മുടെ മലപ്പുറം സ്റ്റൈലാകുമ്പോൾ കട്ടിയും ഉണ്ടാവും, തേങ്ങയിടും. ഇവിടെ രണ്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ പൊളിക്കണത് നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ തെങ്ങിൻ്റെ ചോട്ടിക്ക് അപ്പം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ കുമിഞ്ഞു കൂടും ചകിരി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ കത്തിക്കാനൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ചിരട്ട ഇങ്ങനെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂട്ടി വെക്കണതിന് പേടിയാണ്. കാരണം പാമ്പൊക്കെ വന്ന് കിടന്നാലോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. തേങ്ങയൊക്കെ പൊളിച്ച് വന്ന് ഞാൻ റവ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് കടുകില്ലാത്ത ഉപ്മാവാണ്. കടുക്
കഴിഞ്ഞിരിക്കുന്നു, ഞാൻ മേടിക്കാൻ മറന്നു പോയിട്ടാ. അപ്പോൾ വറ്റൽമുളകും ഇഞ്ചിയും പച്ചമുളകും വെളിയുള്ളിയും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയും വേണമെന്നെങ്കിൽ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഈ ഒരു സംഭവം. അങ്ങനെ ഈ ഒരു ലെവലായിട്ടുണ്ട്. പക്ഷെ നമുക്കിത് പോരാ, ഇനിയും വഴറ്റിയെടുക്കണം. അപ്പോൾ വീണ്ടും ഞാനൊന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ റവ അളന്നെടുത്ത പാത്രത്തിൽ 3.5 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ അടച്ചു വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. വെജിറ്റബിളൊക്കെ വേവാനുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു സമയം കൊണ്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇതിലോട്ട് ഞാൻ ചമ്മന്തി അരച്ചത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച തേങ്ങ, പച്ചമുളക്, അതേപോലെ മല്ലിയില, പുതിന, ഇഞ്ചി, പിന്നെ കുറച്ച് പുളി അല്ലെങ്കിൽ വിനീഗർ കേട്ടോ, ഇച്ചിരി പുളിയേ പാടുള്ളൂ. പിന്നെ ഉപ്പിട്ടിട്ട് അധികം വെള്ളം ഒഴിക്കാണ്ടാണ് ഞാൻ ആ ചമ്മന്തി അരച്ചിട്ടുള്ളത്. ഇതെല്ലാം ഉണക്കിയിട്ട് നമുക്ക് ആ ചമ്മന്തി അരയ്ക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഇതെല്ലാം പച്ചയ്ക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം തിളച്ച ശേഷം ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാക്സി എന്നോട് എവിടുന്നാന്ന് പലരും ചോദിക്കാറുണ്ട്. അതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചെന്നതാണ്. പിന്നീട് അവരുടെ ഒരു വിവരവും ഇല്ല കേട്ടോ. വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരിനെ കാണാനില്ല. 2 മാസം വരെ ഞാനത് എടുത്തു വെച്ചു. അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അവസാനം ഞാനത് ഇടാൻ തുടങ്ങിയിട്ടോ. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ ഉപ്മാവ് എടുക്കാറ്. ചൂടോടുകൂടി കഴിക്കണം. ഇതിലോട്ട് മല്ലിയില ചമ്മന്തി, അതുപോലെ സാമ്പാറും ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് ആ പഴയ ഒരു ഫീല് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ആ പഴയ ഫീൽ എനിക്ക് കിട്ടൂല. കാരണം അത് ഉമ്മ ഉണ്ടാക്കുന്നതല്ലേ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ. അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 3 കൂടെ ഇരുന്ന് കഴിക്കട്ടെ. ഇക്ക കുളിക്കുകയാണ്. ഇക്കാക്ക് പിന്നെ ഇതൊന്നും പറ്റില്ല, ഇക്കാക്കും പറ്റില്ല, എൻ്റെ മക്കൾക്കും പറ്റില്ല. പിന്നെ അയാൻകുട്ടിനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കും കേട്ടോ. സ്വത്തു വേണ്ട, സ്വത്തു നീ കഴിക്കും, സ്വത്തു ജിനിമാക്ക് വയ്യ, സ്വത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കഴിക്കും. അവന് കുറച്ച് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പാവാണ് ആള്. പിന്നെ റിഹാനും ഏറെക്കുറെ സോപ്പിട്ട് കഴിഞ്ഞാൽ കഴിക്കും. അതൊരു ഡൗട്ടാണ് കേട്ടോ രണ്ടാളും. ഇന്നൊക്കെ ഞാൻ ചോറ് ആക്കി കൊടുത്തതിനൊക്കെ അങ്ങ് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റിഹാൻ കഴിച്ചിട്ടുണ്ട്, അയാൻ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ സ്കൂളിലോട്ട് അധികം ചോറാക്കി കൊടുക്കാത്തത്. അവൻ കഴിക്കൂല, അവനും പട്ടിണി, ചോറും വേസ്റ്റാവും, എല്ലാം വെറുതെ എന്തിനാണെന്ന് വിചാരിക്കും കേട്ടോ. ആ സമയം കൊണ്ട് ചപ്പാത്തി, ദോശ ഇതെല്ലാം ആക്കി കൊടുത്താൽ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ റാവുത്തർ ബിരിയാണി ഞാനും ഉണ്ടാക്കി. എൻ്റെ ഇക്കാക്കയും മക്കൾക്കും ഒത്തിരി ഇഷ്ടമായി. താങ്ക്സ് ഇത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മുത്ത, താങ്ക് യു. പിന്നെ നിങ്ങളെ വീഡിയോ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജിനിത്തയുടെ വ്ളോഗ് കാണാനും ഇഷ്ടമാണ്, സംസാരം കേട്ടിരിക്കാനും രസമാണ്. മിസ്രി ഷജീർ എന്നാണ് കേട്ടോ ആ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഹായ് ഇത്ത സുഖമാണോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് FBയിൽ വന്നൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കടലക്കറി ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരുപാട് കാലമായിട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭൂലോക ഫ്ലോപ്പായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇത്രേ. ചേച്ചിയുടെ കുക്കർ കടലക്കറി കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒഴിവാക്കി ബാക്കിയെല്ലാം കൊണ്ടും കടലക്കറി ഹിറ്റായി എന്ന് പറയുന്നുണ്ട്. ലവ് യു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അശ്വതി രഞ്ജിത്ത് എന്ന ഒരു ഐഡിയിൽ നിന്നാണ് കമൻറ്റ് വന്നത്. എന്തായാലും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കത് ഹിറ്റാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം ക്രെഡിറ്റ് എനിക്കുമാണ്. 3/4 ഭാഗം നിങ്ങൾ തന്നെ എടുക്കണം. കാരണം നിങ്ങളുടെ എഫേർട്ടാണ്. ഒരു 1/4 ഭാഗം വേണ്ട, എനിക്ക് ചെറിയൊരു ക്രെഡിറ്റ് മതി കേട്ടോ. ഇനിയിപ്പോൾ 1/4 ഭാഗം തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, അപ്പോൾ 1/4 ഭാഗം വേണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഫുൾ എഫേർട്ട് നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ പണ്ട് അതായത് ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ അതിലിങ്ങനെ കറക്റ്റ് അളവുകളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയൊക്കെ പെർഫെക്റ്റായിട്ട് അളവ് പറഞ്ഞ്
വീഡിയോ ചെയ്തിട്ട് ഈ പെർഫെക്റ്റ് അളവിൽ തന്നെ ആൾക്കാർ എടുത്തിട്ട് ഉണ്ടാക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നീട് ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ചെറിയ നമ്മൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ മുളക് പൊടി ഇടുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ആവും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതിൽ പറയുന്ന അളവ് നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇപ്പോൾ അളവുകളും നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. എന്നാലും നമ്മുടെ ഷാൻജിയോ പറയുന്ന പോലെ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉപ്പല്ലേ, അങ്ങനെ. അപ്പോൾ നമ്മുടെ FBയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. സെയിം റൊട്ടീൻ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്ത് പോകണം എന്ന് തോന്നും. അതെ, അത് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വഴിക്ക് വിടുക അല്ലേ. പോകാൻ പറ്റുന്നവർ പോവുക, പോകാൻ പറ്റാത്തവർ പോകണ്ട, അങ്ങനെയൊക്കെ അങ്ങ് വിടുക. പിന്നെ കുറേ ആയി ജിനിയുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന് മോർണിംഗ് എന്തോ ജിനിയെ ഓർമ്മ വന്നു. സമാധാനം. യാദൃശ്ചികമായിട്ട് ജിനിയുടെ വീഡിയോ മുന്നിലെത്തിയെന്ന് എന്നെ ഓർത്തപ്പോഴേക്കും എൻ്റെ വീഡിയോ മുന്നിലെത്തിയില്ലേ. അത് വല്ലാത്തൊരു ഇതാണല്ലോ, വൈബാണല്ലോ, അടിപൊളി. ഞാനും കുറച്ച് ബിസിയാണ്, വെയിലുള്ളത് കൊണ്ട് കുറേ ഉണക്കാനുണ്ട് ഇത്രേ. ഇന്നൊരു തരികിട ബിരിയാണി വെച്ചു, അപ്പോൾ പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മുത്തേ, പിന്നെ കാണാം. എന്നും എങ്ങനെ ജോലികൾ ചെയ്യാൻ മടിയൊന്നും തോന്നാറില്ലേ? എനിക്ക് എന്തൊരു മടിയാണ്, എന്തേലൊക്കെ കാട്ടിക്കൂട്ടി എവിടെയെങ്കിലും വന്ന് കിടക്കുന്നു. മടിയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മടിയുള്ള ദിവസങ്ങളുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. എനിക്കും മടിയുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ കുക്കിംഗ് എന്നുള്ളത് നമുക്ക് 3 നേരം വയ്ക്കണം, ഫുഡ് കഴിക്കണ്ടേ വീട്ടിൽ. പിന്നെ ഇൻട്രസ്റ്റോട് കുക്ക് ചെയ്യണ ദിവസങ്ങളും ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കുക്ക് ചെയ്യണ ദിവസങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി വ്ളോഗ് ഇടണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഷിങ്ങിന് ഇതൊക്കെ ഇടണം. കുട്ടികൾ ജീൻസ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അവിടെ വെക്കും. എനിക്കിത് വാഷ് ചെയ്യേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരിക്കും. 2 ദിവസം അത് അവിടെ നനങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ട് മെഷീനിലിട്ടിട്ട് അത് വാഷ് ചെയ്യാൻ വേണ്ടി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ വാഷ് ചെയ്ത ബക്കറ്റൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കാണ്, തുണിയുള്ള ബക്കറ്റ്. കുറേ തുണികളുണ്ട്, അതൊക്കെ ഒന്ന് പോയി എടുത്തിട്ട് വരണം. അങ്ങനെ ഒരു മടിയും കൂടാണ്ട് ജോലി ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ ചെറിയൊരു മടി വരും കേട്ടോ. എനിക്ക് മടി വരാറുണ്ട്. ഇവിടെ ഫാമിലിയോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് മടിയൊന്നും വരാറില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മടി വരും അല്ലേ. അത് എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു അസുഖമാണ്. അതിന് എന്തൊക്കെയാണെങ്കിലും അതൊരു അസുഖമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പണികൾ എന്തൊക്കെയെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. അല്ല, തട്ടിക്കൂട്ട് പണികളാണ് നിങ്ങൾക്ക് ഓക്കെയെങ്കിൽ അങ്ങനെ ചെയ്യുക. ആരും ഇങ്ങനെ ഇത്രയും പണി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നോ ഇങ്ങനെയൊന്നും നിബന്ധനകൾ നമ്മളെ പഠിച്ചും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അതുപോലെ അവരും ചെയ്യട്ടെ അല്ലേ. അപ്പോൾ അടിപൊളി എന്ന് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകും. ചില സമയത്ത് ദേഷ്യം, ചിലപ്പോൾ മടി, ഉന്മേഷം എന്നിവയൊക്കെ ഉണ്ടാവും. കറക്റ്റാണ്, എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഭയങ്കര ഉന്മേഷത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? ഇന്ന് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ദിവസം. പിന്നെ ഉച്ചയ്ക്ക് വലിയ കുക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു തട്ടിക്കൂട്ട് ഡിഷുകളൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു ദിവസം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ചെറിയ ഡിഷുകളും കാര്യങ്ങളൊക്കെ മതി. എന്തിനാണ് ഒരുപാട് ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും വീക്ക്ലി 2 അല്ലെങ്കിൽ 3 ഡേയ്സൊക്കെ നമ്മൾ എന്തായാലും ഭയങ്കര കുക്കിംഗ് ഉണ്ടാവും അല്ലേ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കമ്മിയാക്കുക. സൺഡേ പിന്നെ ഇപ്പോൾ നോൺ വെജ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കുക്കിംഗ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നോൺ വെജിനെക്കാട്ടിലും പണി കൂടുതലാണ് തോന്നുന്നു. ഒരു ഉപ്പേരി വെക്കണം, അല്ലെങ്കിൽ 2 ഉപ്പേരി, അല്ലെങ്കിൽ ഒഴിച്ച് കറി, അതിൻ്റെ കൂടെ ഒരു രസം, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടും. മറ്റേതാകുമ്പോൾ ഒരു ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഒരു സാലഡ് ഉണ്ടാക്കിയ പണി തീർന്നു അല്ലേ. ഏറെക്കുറെ രണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്നവിടെയാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ വരുമ്പോൾ നമുക്കത് അത്ര വലിയ പണിയായിട്ട് തോന്നൂല. അതും കൂടെ പറയാല്ലേ.
അയ്യോ ഈ പെണ്ണ് എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു വിളിച്ച് പറയണേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടിച്ചു വാരി കാറ്റ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു കാറ്റിന് എതിരായിട്ട് അടിച്ചു വാരിയിട്ട് ഒരു കാര്യമില്ല, എൻ്റെ സമയം അവിടെ പോയി കിട്ടുകയാണെന്ന് തോന്നിയപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എന്നെ അങ്ങ് അടിച്ചു വാരി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡും കൂടെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്, കാരണം ക്ലീനാക്കി തന്നതല്ലേ, അപ്പോൾ അത് കുറച്ച് ദിവസം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചു വാരി എടുക്കുക. ഇനിയിപ്പോൾ സാറ്റർഡേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനും കുട്ടികളും കൂടെ അങ്ങ് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എല്ലാവിടെയും അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സാറ്റർഡേ എന്താണ് അവരുടെ അവസ്ഥ എന്നറിയില്ല. പരീക്ഷയ്ക്കാണെങ്കിൽ നടക്കില്ല, പഠിക്കട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഒരു കൈ നോക്കാം. അതേപോലെ പൂച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പൂച്ചയെ നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെയാണത്രേ. ഒരു പൂച്ച പോലും കളവുണ്ടായിരുന്നില്ല. ആണോ? അയ്യോ, എനിക്ക് 10 വർഷത്തോളം ഒരു പൂച്ച പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 200 ഉണ്ടാവത്രേ. പഠിച്ചോനെ, 200 പൂച്ചയോ! എന്നാലും എപ്പോഴും അതൊക്കെ പട്ടി പിടിച്ച് ചാകാറുണ്ട്. ചാകുമ്പോൾ എനിക്ക് വിഷമമാണ്, അതുകൊണ്ട് വളർത്തൽ നിർത്തി. അപ്പോൾ നിങ്ങൾ ഈ 200 പൂച്ചനെ എന്ത് ചെയ്തു വളർത്തൽ നിർത്തിയപ്പോൾ? അതെൻ്റെ വലിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ 200 പൂച്ച എന്താ ചെയ്തതെന്നുള്ളത്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. കാരണം ഒരു പൂച്ചനെ 2 പൂച്ചയൊക്കെ നമ്മുടെ കാലിൻ്റെയൊക്കെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ 200 പൂച്ച വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് നിങ്ങളത് അതുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ അവിടെ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ടും കേട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ഒരു തെറ്റായ ധാരണയാണോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കത് ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ വേഗം പോയി അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ കുറേ കമൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയാലോ, എന്താണ് കമൻറ്റ് എന്നുള്ളത്. പിന്നെ പാൻറ്റ് കുറച്ച് താഴ്ത്തി ഇടുന്നതാണ് ഭംഗി, അത് അത്രയും നീളമുള്ളൂടാ. പിന്നെ അടിപൊളി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. പിന്നെ തേങ്ങ വറുക്കുന്ന റെസിപ്പി ഇടണേ. ഓക്കെ, അതൊരു റെസിപ്പി ആയിട്ട് ചെയ്യാനൊക്കെ ഉണ്ടോ നോക്കാം അല്ലേ. ജിനി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എത്ര ചായ കുടിക്കും രാവിലെ ചോദിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ എണിച്ചതൊരു ചായ കുടിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ ചായ കുടിക്കുക. പിന്നെ നിന്നെ കൊണ്ടേ പറ്റൂ ജിനി എന്ന് പറയുന്നുണ്ട്. എൻ്റെ വ്ളോഗ് കണ്ടിട്ടാണോ പറയുന്നത്? അതൊക്കെ നമ്മുടെ മനസ്സിലാണ് കേട്ടോ. എന്നെക്കൊണ്ടേ പറ്റുവെച്ചാൽ ഓക്കെ, ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്ന്. അഹങ്കാരത്തിൻ്റെ ധ്വനിയിൽ പറയല്ല കേട്ടോ. പലരും കമൻ്റ് ഇങ്ങനെ ഇടുമ്പോൾ പറയുന്നതാണ്. കാരണം ഒത്തിരി പേർക്ക് പറ്റുന്നില്ല, മടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും ചിലപ്പോൾ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാനവിടെ അടിച്ചു വാരി ഇതാക്കുകയാണ്. ഉമ്മ എന്താ പറയുക, തുണികളൊക്കെ ഒന്ന് തോരിയിടാണ്. ഒരു 2 വാഷിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ജീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പകുതി വാഷ് എന്ന് പറയാം കേട്ടോ, 2.5 വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനിടുകയാണ്. അതുപോലെ പാലക്കാട് എവിടെയാണ് വീട് ചോദിക്കുന്നുണ്ട്. പാലക്കാട് ചുള്ളിമട കേട്ടോ, കഞ്ചിക്കോട് ചുള്ളിമടയാണ് ഹസ്ബൻഡിൻ്റെ വീട്. പിന്നെ ബോയ്സ് സ്കൂളിൻ്റെ അടുത്താണോ ചോദിക്കുന്നുണ്ട്. അല്ല, അമ്മായിയുടെ മോളെ വീട് പാലക്കാടാണ്. ഓക്കെ, ബോയ്സ് സ്കൂളിൻ്റെ അടുത്താണ് അല്ലേ അമ്മായിയുടെ വീട്. ഓക്കെ, ഞങ്ങളുടെ വീട് കഞ്ചിക്കോട് ചുള്ളിമടയാണ്. സ്വന്തം വീട് മണ്ണാർക്കാടാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇവിടെ വളരാറില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മണ്ണിൽ ആകെ വളരുന്ന ഒരു സാധനം കറിവേപ്പില മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിനൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയണം കേട്ടോ. തെങ്ങിൻ്റെ ചോട്ടിലിടുകയാണ്. വെജിറ്റബിൾ വേസ്റ്റ് അല്ലേ, അപ്പോൾ തെങ്ങിന് വളമായിട്ട് ഇരിക്കുമല്ലോ. കറിവേപ്പിലൊക്കെ നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല. എന്താ പറയുക, വെള്ളം ഒഴിച്ചു കൊടുക്കും ഉപ്പ അല്ലെങ്കിൽ ഉമ്മ. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. നമുക്ക് പിന്നെ അമ്മാതിരി പണികളൊന്നും നടക്കില്ല. പിന്നെ നോക്കാം, ഭാവിയിൽ പറ്റുകയാണെങ്കിലും നോക്കാം അല്ലേ. പിന്നെ ജിനി ഷോൾ ഇങ്ങനെ ഇടുന്നതാണ് കൂടുതൽ ഭംഗി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ നോർമലി അങ്ങനെ തന്നെയല്ലേ ഷോൾ ഇടാറുള്ളത്. ചെറിയ ഷോളാകുമ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഈ ഒരു ഗ്യാസ് വെക്കുന്ന ഈ സാധനത്തിൽ ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് പയറുപ്പേരി വെക്കണം. ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഉള്ളിയും പുളിയും പറഞ്ഞിട്ടൊരു കറി യൂട്യൂബിൽ കണ്ടപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കിയാണ്. കറിയായിട്ട് ആർക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കൊന്നും വേണ്ട. മധുരവും പുളിയും എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ പറ്റുള്ളൂ, വലിയ രസമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ മുമ്പുള്ള വീടാണോ തറവാട്? ആരുടെ? ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ആണോ എന്നാ? ഉമ്മാൻ്റെ ആണോ ബാപ്പാൻ്റെ ആണോ? നമ്മുടെ വീടാണോ ചോദിക്കുന്നത്? ഇത് ഉപ്പ കെട്ടിയ വീടാണ്, ഉപ്പാൻ്റെ വീടാണിത്. അവർ 30 വർഷം കഴിഞ്ഞു കേട്ടോ ഈ വീട് കെട്ടിയിട്ട്. പഴയ മോഡലാണല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ അത് അവരെ അല്ല, കൊത്തവര. കറക്റ്റാണ്, കൊത്തവരയാണല്ലേ അത്. വീട്ടിൽ പണിക്കാരുണ്ട്. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റൽ പോവുകയാണോ ചോദിക്കുന്നുണ്ട്. അന്നത്തെ വ്ളോഗിലാണ് കേട്ടോ ഇതൊക്കെ. വീട്ടിൽ പണിക്കാർ നമ്മുടെ തൊടിയൊന്ന് നേരാക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും ECHS ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളിയും പുളി. അതായത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയിൽ നമ്മൾ നമ്മുടെ ഉലുവയും ജീരകവും ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷമാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി പൊടികൾ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ മതി, എരിവുള്ളതാണ്. പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂണ്. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇഞ്ചിപ്പുളി ഇല്ലേ, ഇഞ്ചിപ്പുളിയുടെ പോലെ പുളിയും എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇല്ലയെന്ന് മാത്രം. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. ശർക്കര പീസ് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചധികം ദിവസം ഇരിക്കും. ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ചോറും ഇത് മാത്രം മതിയാവും കേട്ടോ. എനിക്ക് ഇഷ്ടമായോ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ബാഡ് എന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമായിട്ടില്ല. എന്നാലും നമ്മുടെ ചില പരീക്ഷണങ്ങൾ നല്ലപോലെ വിജയിക്കും, ചിലത് ഫ്ലോപ്പാവും. അങ്ങനെ ഫ്ലോപ്പായതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉൾപ്പെടുത്താം അല്ലേ. അപ്പോൾ വേഗം പോയി തുടച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരുടെയും തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരി ഉഴുന്നും. അതൊന്ന് അരച്ചും കൂടെ എടുക്കണം. പിന്നെ കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്. എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ കുറേ പരിപാടികൾ. കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. അങ്ങനെ ഉച്ചവരെ ആയത് അറിഞ്ഞേ ഇല്ല. വ്ളോഗും കൂടെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഹെവി തന്നെയാണ് ഉച്ചവരെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീഡിയോകൾ അധികം എടുക്കാത്തത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എടുക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, പിറ്റേ ദിവസം രാവിലെ വരെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ചമ്മന്തി ആ ചമ്മന്തിയിൽ നമ്മൾ തേങ്ങയും ഇഞ്ചിയും കുറച്ച് മുളക് പൊടിയും പുളിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഒന്നും വെള്ളം തൊടാണ്ടെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഈ വെള്ളം തൊടാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ചില ആൾക്കാർക്ക് അതെന്ത് വെള്ളം തൊടാണ്ട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ തൊടുകയല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ചമ്മന്തി ഇതാ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചമ്മന്തി അരച്ചതും കുറച്ച് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി ഉഴുന്നു ദോശയ്ക്കാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചത്, റോസ്റ്റ്. അപ്പോൾ ആട്ടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്നതും ഒരു വിശപ്പാണ് കേട്ടോ പിള്ളേർ. കാരണം വൈകുന്നേരം ഒന്നും കഴിക്കുന്നില്ലല്ലോ, 7 മണിയാവും വീട്ടിലെത്താൻ. അപ്പോൾ വന്നതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും. ഇന്നലെ പിന്നെ ഭൂരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു, മസാലക്കറിയൊക്കെ ഉണ്ടായപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ദോശയ്ക്കുള്ള ഐറ്റംസാണ് കൂട്ടാനുള്ളത്. അപ്പോൾ ഞാൻ നല്ല നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ ഒന്ന് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ ഇഡലിക്കൊക്കെ ആട്ടിയെടുക്കണം കേട്ടോ. ഒരു 2-3 ദിവസം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ ചിരട്ട അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾ വേസ്റ്റാണ് ഞാനിവിടെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നത്. അതിന് ശേഷം നമ്മളിതാ അവിടെ ക്ലീനാക്കി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഉഴുന്നൊന്ന് ആട്ടിയെടുക്കണം. ഞാൻ കുറച്ച് ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. 1 സ്പൂണൊക്കെ ചോറ് ഇട്ട്, ഒരു കയ്യിൽ ചോറൊക്കെ ഇട്ട് കൊടുക്കും. 4 നാഴി പച്ചരിയിലോട്ട് 1 നാഴി ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവ. ഇതാണ് ഞാൻ ദോശയ്ക്ക് ആട്ടിയെടുക്കാറ്. അരയ്ക്കുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഫുള്ളാക്കിയിട്ട് അതിലൊരു 1.5 കയ്യിൽ നമ്മൾ ചോറിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിത് പുളിപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ലൊരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പരുവത്തിലാണ് നമ്മുടെ ദോശമാവ് റെഡിയാവുക.
അങ്ങനെ ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ഞാൻ ഇട്ടില്ല. നമ്മൾ പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ച് ജനലൊക്കെ ഒന്ന് അടച്ച് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി വന്ന ശേഷം ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബൈ.